വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വാളിനെ അല്ലാതെ സമാധാനത്തെ നടത്തുവാനല്ല വന്നത്. എന്നാൽ ഒരുവനെ തന്റെ പിതാവിനോടും പുത്രിയെ തന്റെ മാതാവിനോടും മരുമകളെ തന്റെ അമ്മായിമ്മയോടും ഭിന്നിപ്പിക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യന് ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെയാകുന്നു. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല. എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല. തന്റെ ജീവനെ കരുതുന്നവനാരോ അവൻ അതിനെ നശിപ്പിക്കും. എന്നാൽ എനിക്ക് വേണ്ടി തന്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അതിനെ സമ്പാദിക്കുകയും ചെയ്യും. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഒരു ദീർഘദർശിയെ ദീർഘദർശി എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് ദീർഘദർശിയുടെ പ്രതിഫലം ലഭിക്കുന്നു. ഒരു പുണ്യവാൻ എന്ന നിലയിൽ കൈക്കൊള്ളുന്നവന് പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കുന്നു. ആരെങ്കിലും ശിഷ്യൻ എന്ന നിലയിൽ ഈ ചെറിയൊരിൽ ഒരു പാത്രം പച്ചവെള്ളം കുടിപ്പാൻ കൊടുത്താൽ അതിന്റെ ഫലം പോലും അവന് നഷ്ടമാകുകയില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ച ശേഷം യേശു തമ്പുരാൻ അവിടെ നിന്ന് ഗ്രാമങ്ങളിൽ നഗരങ്ങളിലും പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമായിട്ട് പോയി. ലക്കുൽക്കോ